ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആർക്കും സമയമില്ല. അപ്പോൾ അവരാരും എന്ത് ചെയ്യുന്നില്ല, വീഡിയോ നോക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ടിപ്സ് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ വിയർപ്പ് മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, അതായത് ചില ആൾക്കാർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പോൾ അങ്ങനെ വിയർക്കുന്നത് നല്ല സ്മെല്ലും, അതുപോലെ തന്നെ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ നല്ല ശരീരത്തിന് ദുർഗന്ധം പോലെ തോന്നും. അപ്പോൾ വിയർപ്പ് മൂലമുണ്ടാകുന്ന ആ ഒരു ചൊറിച്ചിൽ, ചില ആൾക്കാർക്ക് ഈ വിയർപ്പ് അധികമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ ചൊറിച്ചിൽ, അതുപോലെ തന്നെ ദുർഗന്ധം, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, തൈര് പുരട്ടി കുളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്ത്. അപ്പോൾ ചോദിക്കാം, നമുക്ക് കഴിക്കാൻ തൈരില്ല, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ പുറത്ത് പുരട്ടുന്നതെന്ന്. പക്ഷേ തൈര് പുരട്ടിയ ശേഷം നിങ്ങളൊന്ന് ഒരു നാരങ്ങയുടെ പകുതി കൂടി വെള്ളത്തിലൊഴിച്ച് ആ തൈര് മുഴുവനും കുളിക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ ശരീരം മുഴുവനും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക. അതിന് ശേഷം കുളിക്കുന്നതിന് മുന്നേ ആ വെള്ളത്തിൽ നാരങ്ങയുടെ നീരൂടി പിഴിഞ്ഞൊഴിച്ച ശേഷം നിങ്ങൾ കുളിക്കുക. വളരെ നല്ല റിസൾട്ടാണ്. സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ തൈര് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മുഖത്ത്, അവർക്ക് നല്ല റിസൾട്ടാണ്. ചില ആൾക്കാർ ഈ തൈര് മാത്രമായിട്ട് യൂസ് ചെയ്യും, മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ അതിൽ വേറെ യാതൊരു പാർശ്വഫലങ്ങളുമില്ല. നല്ല കട്ടി തൈര് എടുത്ത ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുഖത്തിന് നല്ല ചർമ്മം മൃദുലവും സുന്ദരമാകും. അതോടൊപ്പം തന്നെ സ്കിന്ന് നല്ല ഒരു കുരുക്കളോ ഒന്നും തൈര് യൂസ് ചെയ്തെന്നും പറഞ്ഞ് വരാറില്ല. അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ചെയ്തു നോക്കിയ ശേഷം എൻ്റെ ഇതിൽ വന്നിട്ട് വീഡിയോ നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ഒക്കെ ഇടുക. അതുപോലെ തന്നെ നമുക്ക് ഈ തൈര് യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ പയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കുളിക്കാൻ നോക്കുക. സോപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അതായത് സോപ്പിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സോപ്പ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, കൂടുതലും മൃഗക്കൊഴുപ്പൊക്കെ അടങ്ങിയ സോപ്പുകളാണ് വിപണിയിൽ കിട്ടുന്നത്. അപ്പോൾ എണ്ണ ചേർന്ന സോപ്പ്, ഗ്ലിസറിൻ സോപ്പ് പോലുള്ള ഗ്ലിസറിനൊക്കെ ചേർന്ന സോപ്പുണ്ട്, അത് വാങ്ങി ഉപയോഗിക്കുക. വളരെ വില കൂടുതലാണ്. എന്നാലും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയാത്തവർ പയർ പൊടിയോ അല്ലെങ്കിൽ ചീവയ്ക്കാപ്പൊടിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കളയുക. ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടുനീറ്റൽ അനുഭവപ്പെടാറുണ്ട്. ചില ആൾക്കാർക്ക് ചുട്ടുനീറ്റൽ, കാരണം ശരീരത്തിന് ചുട്ടുനീറ്റൽ അനുഭവപ്പെടാറുണ്ട്. ഈ വെയിലത്തെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചുട്ടുനീറ്റൽ കാലിൽ കയ്യിലൊക്കെ വയസ്സായി വരുന്ന ആൾക്കാർക്കുള്ളൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ കൽക്കണ്ടം പൊടിച്ച് തൈരിൽ ചേർത്ത് അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഴിക്കുക. കൽക്കണ്ടം നിങ്ങൾക്ക് ചുട്ടുനീറ്റലുള്ള ആൾക്കാർക്ക് തൈരിൽ ചേർത്ത് കഴിക്കുക. അതുപോലെ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ ഇതളുകൾ അരച്ചിടാം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം, കടുകരച്ച് പുറത്ത് പുരട്ടാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ചുട്ടുനീറ്റൽ അനുഭവപ്പെടുന്ന ചില ആൾക്കാർക്ക് വാദത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ചില സമയത്ത് ചുട്ടുനീറ്റൽ അനുഭവപ്പെടാറുണ്ട്. അത് ഈ വേർക്കുന്നത് മൂലവും പിന്നെ ശരീരത്തിൽ നമുക്ക് പ്രായങ്ങൾ ഏറി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ.